വാർത്തയിലേക്ക് സ്വാഗതം. ശബരിമല സ്വർണ്ണപ്പാളി വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള സമരങ്ങൾ, അതുപോലെ പ്രതിഷേധങ്ങൾ, സർക്കാരിനെതിരെയുള്ള പ്രതിഷേധങ്ങളൊക്കെ ആഞ്ഞടിക്കുകയാണ്. ഇന്നിതാ ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് യുവമോർച്ച പ്രതിഷേധവുമായി വന്നിരിക്കുകയാണ്. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറാണ് യുവമോർച്ചയുടെ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്യുക. തീർച്ചയായിട്ടും പ്രതിഷേധം വരുന്നു എന്നത് നേരത്തെ തന്നെ അറിയുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് ഈ ഒരു പ്രതിഷേധത്തെ തടയുന്ന സാഹചര്യം ഉണ്ടായി. ബാരിക്കേഡ് മറിച്ചിടാനുള്ള ശ്രമങ്ങൾ യുവമോർച്ച പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുകയാണ്. കൊടികളും എന്തി ഒരുപാട് അണികളാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരവുമായി വന്നിരിക്കുന്നത്, പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ശബരിമല വിഷയത്തിൽ, അതായത് ശബരിമലയിലെ സ്വർണ്ണപ്പാളി എവിടെ എന്ന ചോദ്യം ഉയർത്തിക്കൊണ്ട് തന്നെയാണ് അവരും സമരവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. സർക്കാരിന് ശ്രദ്ധ അമ്പലം വിഴുങ്ങുന്നതിലും സ്വർണം കടത്തുന്നതിലും മാത്രമാണ്. കേരളത്തിൽ അമ്പലക്കൊള്ള മാത്രമല്ല നടക്കുന്നത് എന്നതടക്കമുള്ള ആരോപണങ്ങൾ യുവമോർച്ചയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുന്ന ആ ഒരു സമരം, അതായത് ഈ ഒരു വിഷയത്തിൽ വലിയ രീതിയിലുള്ള സമരമാണ് നടക്കുന്നത്. ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിക്കുന്നു, യുവമോർച്ച പ്രവർത്തകർ പ്രതിഷേധ വാക്യങ്ങൾ ഉയർത്തുന്നു, ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിക്കുന്നു, സംഘർഷാവസ്ഥയിലേക്ക് നീങ്ങുമോ എന്ന ചോദ്യം ഉയരുന്നു. എന്തായാലും യുവമോർച്ചയുടെ സമരവുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളിലേക്ക്.
മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നുണ്ട്. അവര് സർക്കാരിനെതിരെയുള്ള മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നു. ശബരിമല സ്വർണ്ണപ്പാളി വിഷയത്തിൽ സർക്കാർ മറുപടി പറയണമെന്നതടക്കമുള്ള ഒരു ആവശ്യം അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ രീതിയിൽ സർക്കാർ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം തന്നെയാണ് സ്വർണ്ണപ്പാളി വിവാദം. ഈ ഒരു വിഷയത്തിൽ സർക്കാരിന് വീഴ്ച സംഭവിച്ചുവെന്ന പ്രതിപക്ഷ ആരോപണം. മാത്രമല്ല, പ്രതിപക്ഷം ഇതൊരു ആയുധമായി, സർക്കാരിനെതിരെയുള്ള ആയുധമായി സ്വീകരിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നിയമസഭയിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഈ സ്വർണ്ണപ്പാളി വിഷയവുമായി ബന്ധപ്പെട്ട് അരങ്ങേറിയതാണ്. പ്രതിപക്ഷം പലപ്പോഴും നടുത്തളത്തിലിറങ്ങി തുടർച്ചയായ 4 ദിവസം ഈ വിഷയത്തിൽ പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങുന്നു, ബാനറുമായി ഇറങ്ങുന്നു, സ്പീക്കറുടെ ഹൈസിലേക്ക് വരുന്നു, മാത്രമല്ല ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോകുന്നു. അങ്ങനത്തെ സംഭവം ഉണ്ടായി. പക്ഷേ സർക്കാരിന് കൃത്യമായൊരു ഉത്തരം ഈ ഒരു വിഷയത്തിൽ നൽകാനാകുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. അയ്യപ്പന്റെ സ്വത്ത് സർക്കാർ കൊള്ളയടിച്ചെന്ന ആരോപണമാണ് ശക്തമായിട്ടും ഉയരുന്നത്. പ്രത്യേകിച്ച് BJP കഴിഞ്ഞ ദിവസങ്ങളിൽ സഭയ്ക്ക് പുറത്തും BJPയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ പ്രതിഷേധങ്ങളുണ്ടായി. അയ്യപ്പന്റെ സ്വത്ത് സർക്കാർ കൊള്ളയടിച്ചെന്ന് ആരോപിച്ച് BJP പ്രതിഷേധം നടത്തുകയുണ്ടായി. കാസർഗോഡും കോഴിക്കോടും പാലക്കാട് BJP പ്രതിഷേധ മാർച്ച് നടത്തി, സംഘർഷമുണ്ടായി. ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമം നടത്തി. പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുന്ന സാഹചര്യമുണ്ടായി. ജില്ലാ കളക്ടറേറ്റുകളിലേക്ക് BJP പ്രതിഷേധം നടത്തി. സ്വർണ്ണമോഷണത്തിൽ പ്രതിഷേധിച്ച് BJP ഭരണസിരാ കേന്ദ്രങ്ങൾക്ക് നേരെ മാർച്ച് നടത്തുമെന്ന് ആഹ്വാനം ചെയ്തിരുന്നു. അതിനോടനുബന്ധിച്ചാണ് ഇന്നിപ്പോൾ സെക്രട്ടേറിയറ്റിലേക്ക് യുവമോർച്ചയുടെ ഒരു മാർച്ച് ഉണ്ടായിരിക്കുന്നത്. കൊല്ലത്ത്, പത്തനംതിട്ട, അതുപോലെ തന്നെ മറ്റ് പല ജില്ലകളിലും, പാലക്കാട് അടക്കമുള്ള ജില്ലകൾ, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് അടക്കമുള്ള ജില്ലകളിലൊക്കെ ഈ ഒരു വിഷയത്തിൽ വലിയ രീതിയിലുള്ള സമരം ഉണ്ടായതാണ്. മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിലേക്ക് BJP കഴിഞ്ഞ ദിവസങ്ങളിൽ മാർച്ച് നടത്തിയിരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ദേവസ്വം മന്ത്രിയും ദേവസ്വം പ്രസിഡന്റും രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു അന്ന് BJP ഒരു പ്രതിഷേധ മാർച്ച് നടത്തിയത്. എന്തായാലും പ്രതിഷേധം കടുക്കുകയാണ്. ശബരിമല സ്വർണ്ണപ്പാളി വിഷയത്തിൽ സർക്കാർ പ്രതിരോധത്തിലാവുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.